ഈ വിഷയം ശ്രദ്ധയിൽ പെട്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ PWDയുടെ ഇലക്ട്രിക്കൽ വിഭാഗം PWDയുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു. മനുഷ്യസാധ്യമായിട്ടുള്ളത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതുതായിട്ടൊരു ജനറേറ്റർ അവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയാണ്. അത് ഏതാനും അല്പസമയത്തിനകം തന്നെ കറണ്ട് വരുമെന്നുള്ളതാണ്, അത് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഞാൻ PWD സെക്രട്ടറിയുമായിട്ടും ഇപ്പോൾ സംസാരിച്ചിരുന്നു. അതുകൂടാതെ ഇതില് ഇപ്പൊ കാഷ്വാലിറ്റി, അതായത് നമുക്ക് അത്യാഹിത വിഭാഗം ആണ് ഇപ്പോ ഇരുട്ടിൽ ആയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ICU, കുഞ്ഞുങ്ങളെ വെന്റിലേറ്ററിൽ ഉൾപ്പെടെ സംരക്ഷിക്കുന്ന ഇടം, അങ്ങനെയുള്ള ഇടങ്ങളെല്ലാം തന്നെ കറണ്ട് ഇലക്ട്രിക്കൽ സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും ബാക്കി അങ്ങനെ സുരക്ഷിതരാണ്. അങ്ങനെ ഉള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല. 2 വാർഡുകളിലും ഇതിന്റെ ഭാഗമായിട്ട് കാഷ്വാലിറ്റിയുടെ ഭാഗമായി തന്നെ 2 വാർഡുകളിലും കൂടി കറണ്ട് കണക്ഷൻ. അപ്പൊ ഈ ഭാഗത്താണ്, ഇത്രയും ഇടത്താണ് നിലവിലില്ലാത്തത്. മറ്റു ബ്ലോക്കുകളിൽ കറണ്ട് ഉണ്ട്. അവിടെ ആണ് നമ്മുടെ ICU മറ്റു സംവിധാനങ്ങളെല്ലാം ഉള്ളത്. വെന്റിലേറ്റർ സംവിധാനത്തിൽ കുഞ്ഞുങ്ങൾ ഉള്ളത്. അവരെല്ലാം സുരക്ഷിതരാണ്. അപ്പൊ ഇത് നമുക്ക് ജനറേറ്റർ ബാക്കപ്പ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പായി എന്നുള്ളതാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗം പറയുന്നത്. പക്ഷേ അതില് മനുഷ്യസാധ്യമായിട്ടുള്ളത് ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ അടിയന്തരമായി ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. അത് അവർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ കണക്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ നിരന്തരമായി സെക്രട്ടറിയുമായിട്ടും PWD സെക്രട്ടറിയുമായിട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് മുൻപും അങ്ങനെയാണ് അറിയിച്ചത്. ഒറ്റ കാര്യം കൂടി, 2 മണിക്കൂറിലേറെ വൈദ്യുതി മുടങ്ങി കിടക്കുന്നു. ഈ ട്രാൻസ്ഫോർമർ റിനോവേഷനുമായി സംബന്ധപ്പെട്ട ഒരു സാങ്കേതികത്വമാണ് പറയുന്നത്. ഒരു ആസൂത്രണമില്ലായ്മ ഇങ്ങനെ ഉണ്ടായതായി തോന്നുന്നുണ്ടോ? അത്തരത്തിലൊരു പരിശോധന നടത്തുമോ? കേട്ടില്ല. അതായത് ഈ ട്രാൻസ്ഫോർമർ റിനോവേഷനൊക്കെ ബന്ധപ്പെട്ടൊരു സാങ്കേതികത്വമാണ് ആശുപത്രി അടക്കം പറയുന്നത്. ഇത്തരത്തിലൊരു ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ആസൂത്രണമില്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അതൊരു സാധാരണ നിലയിൽ നമുക്കിത് ഉണ്ടാകാത്തതാണ്, ഒരിക്കലും ഉണ്ടാകാത്തതാണ്. കാരണം നമ്മൾ പവർ സപ്ലൈ ഇന്ററപ്റ്റഡ് ആയാൽ ജനറേറ്റർ ഉണ്ട്. ജനറേറ്ററിലൂടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കാൻ കഴിയും. കാരണം എത്ര കുഞ്ഞുങ്ങളാണ് നമ്മളവിടെ സംരക്ഷിക്കപ്പെടുന്നത്, ICUല്, വെന്റിലേറ്ററിൽ, അല്ലാതെ ഓക്സിജൻ. പ്രതികരിച്ചതിന്